കഴിഞ്ഞ ദിവസം ഞങ്ങൾ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ഇരുന്ന് തീരുമാനിച്ചൊരു ഓപ്പറേഷനായിരുന്നു. രണ്ട് മണിക്കൂർ കൊണ്ട് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ 5-6 ചാക്ക് മാരകമായ രാസപദാർത്ഥങ്ങൾ ഉൾപ്പെട്ട ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. കണ്ടാൽ ലോട്ടറി കച്ചവടം തോന്നിക്കും. ഈ ചാക്കുകളിൽ ഈ ബങ്കിനകത്ത് മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള കുട്ടികളെ, 18 വയസ്സ് പൂർത്തിയാകാത്ത ആളുകളെ, അവരെ ഉപയോഗിച്ചിട്ടാണ് ഈ വിൽപ്പന. അന്യസംസ്ഥാനക്കാരല്ല അതിൻ്റെ പുറകിൽ, ശരിക്കും മലയാളികൾ, നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ചില ക്രിമിനലുകൾ, അവരാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒളിച്ച് കടത്തിക്കൊണ്ടുവന്ന് ഇത് വിപണനത്തിനായി പലയിടത്തെത്തിക്കുകയാണ്. കുട്ടികളെയാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. ലഹരി വിൽക്കുന്ന കടകൾ പ്രധാനമായി, ഇപ്പം ലഹരി അല്ലാത്ത ജീവിതമാർഗമായി കടകളൊക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അവരെ ആരും ഞങ്ങൾ തൊടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയും അതുകൂടാതെ പോലീസും ചേർന്ന് ഇക്കഴിഞ്ഞ ദിവസം നഗരസഭാ പരിധിക്കുള്ളിൽ വലിയ രീതിയിലുള്ളൊരു പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ മാരക ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുക്കാൻ സാധിച്ചത്. അതായത് ലോട്ടറി വിൽപ്പനയുടെ മറവിലും അതുകൂടാതെ നിരവധി ബങ്കുകളുടെ മറവിലുമാണ് ഇത്തരത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കുട്ടികളെ കേന്ദ്രീകരിച്ചും യുവാക്കളെ കേന്ദ്രീകരിച്ചും വലിയ രീതിയിലുള്ള ലഹരി വിൽപ്പന നഗരത്തിൽ തകൃതിയായി നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ ഞായറാഴ്ചയാണ് മേയറും സംഘവും പോലീസും ചേർന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ ലഹരി സംഘത്തെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിയത്. എന്തായാലും ഇത് വലിയ വാർത്തയായിരിക്കുന്നു. ഈ ലഹരി വിൽപ്പനക്കാർ മാത്രമാണോ, അല്ലെങ്കിൽ മറ്റ് ബങ്കുകളും നഗരസഭാ പരിധിക്കുള്ളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഇന്നലത്തെ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന ചോദ്യം, വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന നടക്കുമോ എന്നുള്ളതാണ്. ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങളുടെ പരിസരത്തുള്ള ഇത്തരം ലഹരി വിൽപ്പനയ്ക്ക് അറുതി വരുത്തണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും ഞാനും മേയറൊക്കെ ഉൾപ്പെട്ട ഒരു ടീം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ എത്തിയത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ഇരുന്ന് തീരുമാനിച്ചൊരു ഓപ്പറേഷനായിരുന്നു. പോലീസിൻ്റെ കൂടി സഹകരണത്തോടെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഇന്നലെ രാവിലെ 9 മണിയോടെ വളരെ രഹസ്യമായാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഉള്ളൂർ തുടങ്ങിയ സ്ഥലങ്ങൾ, ഇളങ്കാവ്, ഉള്ളൂർ, ആക്കുളം, പ്രശാന്ത് നഗർ, അലത്തറ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വളരെ വേഗത്തിൽ തന്നെ 2 മണിക്കൂർ കൊണ്ട് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ 5-6 ചാക്ക് മാരകമായ രാസപദാർത്ഥങ്ങൾ ഉൾപ്പെട്ട ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. അത് ഞങ്ങളുടെ ഹെൽത്ത് ടൗൺ പ്ലാനിംഗ് വിഭാഗവും പോലീസും അക്കാര്യത്തിൽ പൂർണ്ണമായി സഹകരിച്ചു. പലയിടങ്ങളിലും ഇത് ലോട്ടറി കച്ചവടത്തിൻ്റെ മറവിലാണ്. ഈ ബങ്കുകൾ, ചെറിയ ബങ്കുകൾ സ്ഥാപിച്ച് അതിൻ്റെ പുറത്ത് ലോട്ടറി നിരത്തി വെച്ചിരിക്കുന്നു. ആ ലോട്ടറി പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ വർഷത്തേതൊക്കെയാണ്, ഒരു വർഷമൊക്കെ പഴക്കമുള്ള ലോട്ടറികളാണ് ഈ ക്ലിപ്പിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. കണ്ടാൽ ലോട്ടറി കച്ചവടം തോന്നിക്കും. ഈ ചാക്കുകളിൽ ഈ ബങ്കിനകത്ത് മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള കുട്ടികളെ, 18 വയസ്സ് പൂർത്തിയാകാത്ത ആളുകളെ, അവരെ ഉപയോഗിച്ചിട്ടാണ് ഈ വിൽപ്പന. അവർക്ക് ദിവസ ശമ്പളം കൊടുത്ത്, അന്യസംസ്ഥാനക്കാരല്ല അതിൻ്റെ പുറകിൽ, ശരിക്കും മലയാളികൾ, നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ചില ക്രിമിനലുകൾ, അവരാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പലയിടങ്ങളിലും ഇവർ തന്നെയാണ് ആളെ വിന്യസിച്ച് ഇത് വിൽക്കുന്നത്. കുട്ടികളെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായിട്ടും. നമ്മളൊന്നും സാധാരണ പാൻ മസാല, പാൻ പരാഗ് ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് അങ്ങനെയൊന്നും കാണാത്ത, അത്ഭുതപ്പെടുത്തുന്ന, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന അലുമിനിയം ഡ്രോപ്സ് പോലെയുള്ള മാരകമായ രാസപദാർത്ഥങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ചിലതൊക്കെ മധുരമുള്ളതാണെന്നാണ് പറയുന്നത്. മധുരം അത് കുട്ടികൾക്ക് കൊടുത്ത് അവരെ ഇതിലേക്ക് ആകർഷിക്കുക, അഡിക്റ്റാക്കി മാറ്റുക. ഞങ്ങൾ ഈ പ്രോസസ്സ് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനല്ല, പക്ഷേ ഇന്ന് അതിലോട്ട് പോയില്ല. കാരണം ഇതിന് ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണം. നഗരത്തിൽ എല്ലായിടത്തും ഇത് പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞ ബങ്കുകൾ, കടകളിൽ പോലീസ് നേരത്തെ തന്നെ ഒരു സൂചന തന്നിരുന്നു എവിടേക്കാണ് ഇത് കാണാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. അപ്പോൾ പോലീസിനോട് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഞങ്ങളുടെ ഹെൽത്ത് സർക്കിൾ അടിസ്ഥാനത്തിൽ
അതത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തി ഇത് പൂർണ്ണമായും പിടികൂടാനും ഇതിൻ്റെ അടിവേരിറക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കും. വ്യാപകമായിട്ടുണ്ട്. ഒരു ഏരിയ മാത്രമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പം നഗരത്തിലെ സ്കൂളുകളുടെ അടുത്ത് സമീപത്ത് നമ്മളിപ്പോൾ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഘട്ടം ഘട്ടമായി ആവിഷ്കരിക്കുമെന്ന്. അപ്പോൾ ഇത് തുടർ പ്രക്രിയയാവണം. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. അതായത് ഒരാളിന് ദിവസ ശമ്പളം കൊണ്ട് തിരുത്തിയിട്ട് ആയിരക്കണക്കിനോ 10,000-കണക്കിനോ രൂപ സമ്പാദിക്കാനുള്ള എളുപ്പവഴി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് ചാക്കുകെട്ടുകളായി കൊണ്ടുവന്ന് ചാക്കിൽ നിറച്ച് ഒളിച്ച് കടത്തിക്കൊണ്ടുവന്ന് ഇത് വിപണനത്തിനായി പലയിടത്തെത്തിക്കുകയാണ്. കുട്ടികളെയാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. ഇന്നലെ മെഡിക്കൽ കോളേജ് പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയത് ചില ഒഴിഞ്ഞ പുരയിടത്തിൽ മതിൽക്കെട്ടിനകത്ത് ചാക്കുകളിൽ ഇതുകൊണ്ട് നിറച്ചു വയ്ക്കുകയും രാത്രികാലങ്ങളിൽ ഇത് പുറത്തെടുത്ത് പിന്നെ ഇത് വിഭജിച്ച് പലയിടങ്ങളിലായി എത്തിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുടെ ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ശക്തമായ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നഗരസഭ ഈ സാധനങ്ങൾ എടുക്കുക മാത്രമല്ല, ആളുകളെ കസ്റ്റഡിയിലെടുക്കലുമല്ല, ഈ കടകൾ പൂർണ്ണമായി നശിപ്പിക്കും. ഒരു സംശയമില്ല. ഇത്തരത്തിലുള്ള കടകൾ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ലഹരി വിൽക്കുന്ന കടകൾ പ്രധാനമായി. ഇപ്പോൾ ലഹരി അല്ലാത്ത ജീവിതമാർഗമായി കടകളൊക്കെ പ്രവർത്തിപ്പിക്കുന്നവരുണ്ട്. അവരെ ആരും ഞങ്ങൾ തൊടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഈ ലഹരി വിൽപ്പന കേന്ദ്രങ്ങളായി മാറ്റിയിട്ടുള്ള ചെറിയ ബങ്ക് കടകൾ പോലെയുള്ളത് ഇന്നലെ പൊളിച്ചു മാറ്റുകയായിരുന്നു. ഇന്നലെ അത് പൂർണ്ണമായും കണ്ടതെല്ലാം പൊളിച്ചു മാറ്റി. അപ്പോൾ അത്തരം പ്രവൃത്തി തുടരെ നടത്തിക്കൊണ്ടേയിരിക്കും. അല്ല, മുമ്പത്തേക്ക് ഒരു അനുഭവം ഇത് തുടങ്ങുമ്പോൾ തന്നെ എടുത്തു മാറ്റിക്കൊണ്ടു പോകുന്നൊരു രീതിയുണ്ട്. അതുകൊണ്ട് ഇന്നലെ അങ്ങനെ അറിയിക്കാതെ പോയി. പിന്നെ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഇത് വച്ചിട്ടുള്ള ആളുകളൊന്നും തുറന്നിട്ടില്ല രാവിലെ. ഇനി തുറന്നാൽ തന്നെ ഇവർ പരസ്യമായി വന്ന് നിൽക്കുകയല്ല, പലയിടത്തും മാറിയൊക്കെ നിൽക്കുകയാണ്. ഇവർക്ക് ഈ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് മാറുക. അപ്പോൾ അങ്ങനെ ഇത് ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരാളിൻ്റെതാണ് എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന തരത്തിലല്ല. പലയിടത്തും ഒരേ ആളുകൾ തന്നെ അല്ല, മാറ്റിയാണ് ഈ ഡ്യൂട്ടിക്ക് ആളെ നിശ്ചയിക്കുന്നത്. അല്ലാതെ ഒരു അന്യസംസ്ഥാനക്കാരനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരാളോ രാവിലെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങ് നിന്ന് പരസ്യമായി വിൽക്കുകയല്ല. അതീവ രഹസ്യമായി ആളുകളെ ഡ്യൂട്ടിക്ക് മാറ്റിയിട്ട് അങ്ങനെ ഒരു വിപണന തന്ത്രമാണ്. ഇതൊരു ചില ആളുകളിൽ കേന്ദ്രീകരിച്ചാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ല, അത് പോലീസാണ് അത്തരം ക്രിമിനൽ ഒഫൻസിൻ്റെ കേസെടുക്കേണ്ട പോലീസാണ്. അപ്പോൾ പോലീസ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ വിൽപ്പന നടത്തുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കുക, അതോടൊപ്പം തന്നെ ആ കടകൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ തൂഫാൻ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കെ ഇന്നലെ തന്നെ കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാതൃകയായി പ്രവർത്തനം ആരംഭിച്ചില്ലേ? എന്തായാലും ഇവിടെ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ മറവിലായിരുന്നു ലഹരി പദാർത്ഥങ്ങൾ വിറ്റിരുന്നത്. ലോട്ടറി ബങ്ക് എന്ന വ്യാജേന പ്രവർത്തിച്ചിരുന്ന ബങ്കുകളിൽ പഴയ ലോട്ടറികളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. ഇത്തരം ബങ്കുകളിൽ നിന്ന് പാക്കറ്റുകളിലാക്കിയ നിരവധി ലഹരി വസ്തുക്കളാണ് ഇക്കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. ലഹരി വിൽപ്പന കേന്ദ്രങ്ങളാക്കിയ ബങ്കുകളെല്ലാം മേയറുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ദിവസം നഗരസഭ ആരോഗ്യ വിഭാഗം നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന, അതായത് ലഹരി വിൽപ്പന നടത്തുന്നവരെ തുരത്താൻ തന്നെയാണ് നഗരസഭയുടെ തീരുമാനം. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.